ഈ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയെ തന്നെയാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിനകത്ത് നോക്കുന്നത്. അപ്പോൾ ഇതിൽ റഷ്യ ഒരു പ്രപ്പോസൽ ഇന്ത്യക്ക് വെച്ചിട്ടുണ്ട്. ആ പ്രപ്പോസൽ എന്ന് പറഞ്ഞാൽ Su-57E എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരുന്ന ആ ഒരു ഫൈറ്റർ ജെറ്റ്, 5th ജനറേഷൻ ഫൈറ്റർ ജെറ്റ് നമുക്ക് ഇന്ത്യയിൽ മാനുഫാക്ചറിങ് ചെയ്യാനും അതോടൊപ്പം തന്നെ അതിൻ്റെ സോഴ്സ് കോഡ് ഉൾപ്പെടെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോജക്റ്റിനാണ് പ്രപ്പോസൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയുടെ F-35 ഗണ്ണിക്കുന്ന അമേരിക്കയുടെ F-35 വെച്ചിരിക്കുന്ന ഒരു പ്രപ്പോസലാണ്. കാരണം ഇതിനകത്ത് ഈ F-35 നമ്മൾ നോക്കി കാണുമ്പോഴത്തേക്കും പിന്നെ Su-57E, സുക്കോയ് 57Eയും കൂടെ നമ്മൾ കമ്പാരിറ്റീവ്ലി നോക്കിക്കഴിഞ്ഞാൽ സ്റ്റെൽത്ത് എന്ന് പറയുമ്പോഴത്തേക്കും F-35 കുറച്ച് സുപ്പീരിയർ ആണ്. പക്ഷേ അതേസമയം ഇതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ നോക്കി കാണുമ്പോഴത്തേക്കും നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത് സുക്കോയ് കുറച്ചുകൂടെ ബെറ്റർ ആണ്, റഷ്യൻ്റെ ഓപ്ഷൻ കുറച്ചുകൂടെ ബെറ്റർ ആണ്. പക്ഷേ അതേസമയം ഇതിനകത്ത് പ്രൈസ് വേരിയൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 110 മില്യൺ പെർ യൂണിറ്റ് നമ്മൾ പേ ചെയ്യേണ്ടി വരും F-35. അതേസമയം സുക്കോയ് 5th ജനറേഷൻ്റെ ഫൈറ്റർ ജെറ്റിന് നമ്മൾ ഒരു 80 മില്യണോളം ചിലവാക്കേണ്ടി വരും. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ F-35 കുറച്ച് റിസ്ക് ആണ്. കാരണം അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമേ നമുക്ക് അതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. രണ്ടാമത് സോഴ്സ് കോഡ് അമേരിക്ക എന്തായാലും നമുക്ക് തരത്തില്ല. ആ ഒരു കില്ലർ സ്വിച്ച് മോഡിലായിരിക്കും F-35 ഇന്ത്യക്ക് വരുന്നത്. ഒരുപാട് കണ്ടീഷൻസും നൂലാമാലകളും എല്ലാം നമ്മൾ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യേണ്ടി വരും. അതൊരു സൈഡിൽ നിൽക്കെ ഇപ്പം നമ്മൾ ഈ സ്റ്റെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക് വാർഫെയറിൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നമ്മൾ തിങ്ക് ചെയ്യുമ്പോഴത്തേക്കും F-35 ബെറ്റർ ആണെന്ന് തോന്നിക്കഴിഞ്ഞാലും ഇന്ത്യ നടത്തുന്ന യുദ്ധങ്ങളുമായിട്ടുള്ള ഒരു ഇൻറ്റൻസിറ്റി അതുമായിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്മൾ മാക്സിമം ചൈന, പാകിസ്ഥാൻ ഈ രണ്ട് രാജ്യങ്ങളാണ് മെജോറിറ്റി ആയിട്ട് നമുക്ക് കൗണ്ടർ ചെയ്യേണ്ടി വരിക. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ചൈനയുടെ സാധനങ്ങൾ തന്നെയാണ് പാകിസ്ഥാൻ ത്രൂ ഇപ്പോൾ എക്സ്പെരിമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് തികഞ്ഞ പരാജയമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഈ അമേരിക്കയുടെ കീഴിൽ കൊണ്ട് എല്ലാം കൂടെ ചേർത്ത് അടിയറവ് വെക്കണോ എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ ഡിഫൻസുമായിട്ടും ഡിഫൻസ് മിനിസ്റ്റർ എല്ലാം ചേർന്ന് ഡിസ്കഷൻ നല്ല രീതിയിൽ തകൃതിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. F-35 വേണോ അല്ലെങ്കിൽ Su-57E തന്നെ നമ്മൾ നിലയുറപ്പിക്കണോ എന്നുള്ളതിനെ കുറിച്ചുള്ള ഡിസ്കഷൻസ് ആണ് തകൃതിയായിട്ട് നടക്കുന്നത്. അപ്പോൾ ഇന്ത്യ വളരെ നിർണായകമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കേണ്ട ഒരു കോംപ്ലക്സ് ഒരു ഡിസിഷൻ മേക്കിംഗ് പൊസിഷനിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇന്ത്യ എടുക്കാൻ പോകുന്ന ഈ ഒരു തീരുമാനം ഗ്ലോബലി വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അത് F-35 കാര്യത്തിലായാലും ശരി, അതേപോലെ റഷ്യയുടെ Su-57E 5th ജനറേഷൻ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റിൻ്റെ വിഷയത്തിലായാലും ശരി. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം ഏത് രീതിയിലുള്ള ഡിസിഷനാണ് ഇന്ത്യ എടുക്കുന്നത്. അടുത്തത് പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ ഷഹബാസ് ഷെരീഫ്. ഇത് നിരന്തരം നാണം കെടുന്ന ഏർപ്പാടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഷഹബാസ് ഷെരീഫ് ഇപ്പം അമേരിക്കയിൽ ട്രംപുമായിട്ട് സംസാരിച്ചിട്ട് ഇന്ത്യയുമായിട്ട് ഡയലോഗ് നടത്താനുള്ള ഒരു ഫെസിലിറ്റേഷൻ ഒന്ന് ചെയ്തു തരണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുമായിട്ട് ഇപ്പം ഏത് വിധേനയും ഒരു ഡയലോഗ് ഡിപ്ലോമസി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. പക്ഷേ അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഗ്ലോബൽ ഐസൊലേഷൻ എന്നാണ് പറയുന്നത്. ഇന്ത്യ ഇപ്പം പല രാജ്യങ്ങളിലേക്കും ഡെലിഗേഷൻ ടീമിനെ വിട്ട് കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ഈ പോകുന്ന രാജ്യങ്ങളെല്ലാം തന്നെ അവരുമായിട്ടൊരു നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ. അതിൽ ശശി തരൂരൊക്കെ വളരെ നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്നു എന്നുള്ളത് നമുക്ക് പറയാതെ പോകാൻ വയ്യ. ആ രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് ശശി തരൂരിൻ്റെ പക്കൽ നിന്നും നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. കാരണം അത്ര മനോഹരമായിട്ട് പുള്ളി കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് തീർച്ചയായിട്ടും അത് നമുക്ക് എടുത്തു പറയേണ്ട വിഷയമാണ്. അപ്പോൾ ബിലാവൽ ഭൂട്ടോ എന്ന് പറഞ്ഞാൽ മെച്യൂരിറ്റി ഇല്ലാത്ത ഒരു വ്യക്തിയായിട്ടാണ് ഇതുവരെ നമുക്ക് കണക്കാക്കാൻ പറ്റിയിട്ടുള്ളത്. ആൾ പൊതുവിലെ വെളിയിൽ വന്നിട്ട് ഭയങ്കരമായിട്ടുള്ള ഡിപ്ലോമസിയും കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന പോലെയൊക്കെയുള്ള ഡയലോഗ്സ് ആണ് പലപ്പോഴും പുറത്തുവിടുന്നത്. പക്ഷേ അതിന് ഡീപ്പ് റൂട്ടിൽ പോയി കഴിഞ്ഞാൽ ഇമ്മെച്യൂറായിട്ടുള്ള ടോക്സ് ആണ് എപ്പോഴും നടത്തുന്നത്. അതായത് ഈ ഫോറിൻ മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് പോലും UN പുള്ളിക്ക് തക്കതായ രീതിയിലുള്ള ചലനം ഇന്ത്യക്കെതിരെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു പരാജയമാണ്. പിന്നെ ഈ ബിലാവൽ ഭൂട്ടോ കംപ്ലീറ്റ് ബോൺ ആൻഡ് ബോട്ടപ്പ് എല്ലാം തന്നെ UK ആണ്. പുള്ളിക്കാരൻ്റെ മദർ ബെനസീർ ഭൂട്ടോ പാകിസ്ഥാൻ വിട്ടൊഴിഞ്ഞ് പോയ സമയത്ത് കംപ്ലീറ്റ്ലി UK ഇവരുടെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. UK നിന്നും ഏതോ ബിസിനസ് ചെയ്യാൻ വരുന്ന കണക്കാണ് പാകിസ്ഥാനിലേക്ക് വരുന്നത്. അവിടെ വന്നിട്ട് പൊളിറ്റിക്സ് ചെയ്തിട്ട് ഇവർ തിരിച്ച് UK തന്നെ പോകും. ഇവരുടെ എല്ലാം ആസ്ഥാനം UK ആണ്. ബിലാവൽ ഭൂട്ടോ UN പോയിട്ട്, അതായത് ബിലാവൽ ഭൂട്ടോ UN പോകാൻ പാകിസ്ഥാന്റെ UN റെപ്രസെൻറ്റേറ്റീവ് ഒന്നും അല്ല ബിലാവൽ ഭൂട്ടോ ഒരു PR ഭാഗമായിട്ട് അവിടെ എത്തിച്ചതാണ് ബിലാവൽ ഭൂട്ടോയെ. അങ്ങനെ ബിലാവൽ ഭൂട്ടോ UN ചെന്നിട്ട് പറയാണ് റോയും ISIയും കൂടെ, അതായത് ഇന്ത്യൻ ഇൻ്റലിജൻസും പാകിസ്ഥാൻ ഇൻ്റലിജൻസും കൂടെ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കണം. എന്തിനെതിരെ? തീവ്രവാദത്തിനെതിരെ. എങ്ങനെ ഇരിക്കുന്നു?
അതായത് ആൾക്ക് പ്രത്യേകിച്ച് മനസ്സിലാവുന്നില്ല എന്താണ് ഒരു രാജ്യത്തിൻ്റെ ഇൻ്റലിജൻസ് എന്നുള്ളത്. അത് തീർച്ചയായിട്ടും ഈ ബിലാവൽ ഭൂട്ടോ പോയി പഠിച്ചിട്ട് വരേണ്ടതാണ്. പാകിസ്ഥാൻ നമ്മൾ പെഹൽഗാമിലുണ്ടായ ആക്രമണം, ആ ആക്രമണത്തിനെ തുടർന്ന് ഇന്ത്യ അവിടുത്തെ തീവ്രവാദ കേന്ദ്രങ്ങളെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്ത് കുറേ തീവ്രവാദികളെ വധിച്ച സമയത്ത് ആ തീവ്രവാദികളുടെ ബോഡിയൊക്കെ എടുത്ത് വെച്ചുകൊണ്ട് അതിൻ്റെ മുന്നിൽ മിലിറ്ററി റെസ്പെക്ട് കൊടുത്തിരുന്ന ആൾക്കാരാണ് പാകിസ്ഥാൻ. ഇപ്പം ഇങ്ങനെ ISIയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പാകിസ്ഥാൻ ആർമി ഇങ്ങനെ പ്രവർത്തിക്കുന്നെങ്കിൽ പിന്നെ ISIക്ക് എന്താണ് അവിടുത്തെ പ്രതിച്ഛായ? ISIക്കും ഇതേ തീവ്രവാദ പ്രതിച്ഛായയാണ്. ആ ISIക്ക് വേണ്ടിയിട്ട് ആ ISIയെ ഇന്ത്യയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാനാണ് ബിലാവൽ ഭൂട്ടോ വെള്ളപൂശാൻ, അതായത് പാകിസ്ഥാനെ വെള്ളപൂശി പാകിസ്ഥാനെ വിക്ടിം സൈഡിലാക്കണം, പാകിസ്ഥാനും തീവ്രവാദത്തിന്റെ ഇരയാണ് എന്ന് വരുത്തി തീർക്കണം. അതിനുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ബിലാവൽ ഭൂട്ടോ UN പോയിട്ട് പ്രസംഗിച്ചത്. അപ്പോൾ UN അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ ഇന്ത്യ കൃത്യമായിട്ട് അതിനെ കൗണ്ടർ ചെയ്തിട്ടുണ്ട്. ആ കൗണ്ടർ ചെയ്തത് വേറെ ആരുമല്ല, ശശി തരൂർ തന്നെയാണ് അമേരിക്കയിൽ വെച്ച് തന്നെ കൗണ്ടർ ചെയ്തത്. അതൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഡയലോഗ്സ് ആണ്. അതായത് നമ്മൾ വൈപ്പേഴ്സിനെ ഉണ്ടാക്കുമ്പോഴത്തേക്കും, അതായത് ഈ ഒരു ഇറാഡിക്കേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള തീവ്രവാദികളെ വളർത്തുമ്പോഴത്തേക്കും അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ തൊട്ടടുത്ത നെയ്ബറിനെ മാത്രമല്ല അവർ ആക്രമിക്കുക, അവർ ആഗോളതലത്തിൽ തന്നെ ഭീകരവാദികളാണ്, അവർ ലോകത്തിന് തന്നെ ഭീഷണിയാണ് എന്നാണ് ശശി തരൂർ പറഞ്ഞു വെച്ചത്. അടുത്ത നമ്മൾ നോക്കുന്നത് HAL കമ്പനിയിൽ GE414 എന്ന് പറഞ്ഞ ഒരു എഞ്ചിൻ നമുക്ക് കിട്ടാനുണ്ടല്ലോ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡിലേ വന്നിട്ടുണ്ട്. ആ ഡിലേയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യക്ക് എഗ്രിമെന്റ് പ്രകാരം GE കമ്പനിക്കെതിരെ പീനലൈസ് ചെയ്യാൻ പറ്റും, പെനാൽറ്റി ചാർജ് ചെയ്യാൻ പറ്റും. അത് ഫാക്റ്റാണ്. അപ്പോൾ ഈ ഒരു പെനാൽറ്റി ചാർജ് ചെയ്യരുത് എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ഡിസ്കഷൻസും നെഗോസിയേഷൻസ് ഒക്കെ GE കമ്പനി ഇന്ത്യയുമായിട്ട് നടത്തുന്നുണ്ട്. പക്ഷേ ഇവിടെ വേറൊരു റൂമേഴ്സ്, അതായത് ഇന്ത്യ ഈ ഒരു GE കമ്പനിയുടെ കോൺട്രാക്ട് റദ്ദാക്കി എന്നുള്ള നിലയിൽ രീതിയിലുള്ള റൂമേഴ്സ് ഇവിടെ പരക്കെ ഈ മാധ്യമങ്ങൾ ഇങ്ങനെ പടച്ചു വിട്ടിട്ടുണ്ട്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് തന്നെ അങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടില്ല, അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വാർത്ത ഫേക്ക് ആണെന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് തന്നെ പറഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാൻ അവരുടെ മിസൈൽ എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ പരാജയത്തിനെ തുടർന്ന് ഓപ്പറേഷൻ സിന്ദൂറിൽ സംഭവിച്ച ആ ഒരു പരാജയം, HQ-9 എന്ന് പറഞ്ഞ ആ ഒരു മിസൈൽ എയർ ഡിഫൻസ് സിസ്റ്റം ചൈനയുടേത്, അതൊക്കെ ആ പാട്ട സാധനങ്ങളൊക്കെ നമ്മൾ അടിച്ചു ഒതുക്കി മൂലയിൽ ഇട്ടതിന് ശേഷം പാകിസ്ഥാൻ ചൈനയുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അവരെങ്ങനെയാണ് നെഗോഷിയേറ്റ് ചെയ്യുന്നത്? ഒരു സൈഡിൽ പാകിസ്ഥാൻ പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനെ ഡിഫൻസ് ഫെയിലിയർ ഒന്നും ഉണ്ടായിട്ടില്ല, ഞങ്ങൾ വളരെ ശക്തമായിട്ട് തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ള നിലയിൽ അവർ അവകാശപ്പെടുമ്പോഴും മറ്റേ സൈഡിൽ ചൈന എടുത്ത് അവർ നെഗോഷിയേറ്റ് ചെയ്യാണ്. എന്ത് നെഗോഷിയേഷനാണ്? നിങ്ങളുടെ ഈ ഒരു HQ-9 മിസൈൽ ഡിഫൻസ് സിസ്റ്റം തികഞ്ഞ പരാജയമാണ്, ഫൈറ്റർ ജെറ്റുകളൊക്കെ വളരെ ഫെയിലിയർ ആണ്, അതുകൊണ്ടൊന്നും ഒരു ഗുണവുമില്ല എന്നുള്ള രീതിയിലുള്ള ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ തികഞ്ഞ പരാജയമായിരുന്നു എന്ന് ചൈന എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് നെക്സ്റ്റ് ലെവൽ ബാലിസ്റ്റിക് മിസൈൽ എയർ ഡിഫൻസ് സിസ്റ്റം ആവശ്യപ്പെടുകയാണ്. ചൈനയ്ക്ക് ഇത് മനസ്സിലായ കാര്യമാണ് അവരുടെ ഡിഫൻസ് സിസ്റ്റം ഫെയിലിയർ ആയി എന്നുള്ളത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട നെഗോസിയേഷൻ മുന്നോട്ട് പോവാണ്. അപ്പോൾ അവർ ആവശ്യപ്പെടുന്നത് HQ-19 അഡ്വാൻസ്ഡ് ബാലിസ്റ്റിക് മിസൈൽ എയർ ഡിഫൻസ് സിസ്റ്റമാണ് ഇപ്പം പാകിസ്ഥാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനൊപ്പം 40 J-35A കാറ്റഗറിയിൽ വരുന്ന ഫൈറ്റർ ജെറ്റുകളും കൂടി ആവശ്യപ്പെടുന്നുണ്ട്. അതായത് ഇതിനെ നമ്മൾ എങ്ങനെ കാണേണ്ടതെന്ന് പറഞ്ഞാൽ, ഇന്ത്യ HQ-9 എന്ന് പറഞ്ഞ ചൈനീസ് എയർ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ ആ ഒരു മാർക്കറ്റ് തകർത്ത് കളഞ്ഞു. ഇനിയിപ്പം HQ-19 മാർക്കറ്റും കൂടി തകർക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ ചൈനയുടെ സാധനം മേടിച്ചിട്ട് അവിടെ വെക്കും. അവിടെ വെക്കുമ്പോഴത്തേക്കും ഇന്ത്യ അതിനെയും കൂടെ അറ്റാക്ക് ചെയ്തിട്ട് അതിൻ്റെ മാർക്കറ്റ് വാല്യൂയും കൂടി തകർത്ത് കൊടുക്കും. ഇന്ത്യയുടെ 2 കമ്പനികൾ ഡിഫൻസ് മേഖലയിൽ ടോപ്പ് 10 ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡിന് ഏതാണ്ട് 39 ബില്യൺ വർത്ത് വരുന്ന ഓർഡേഴ്സാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഭാരത് ഇലക്ട്രോണിക്സിന് ഏതാണ്ട് 32.95 ബില്യൻ്റെ ഓർഡറാണ് കിട്ടിയിരിക്കുന്നത്. ഇതൊക്കെ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം കിട്ടിയ ഓർഡറുകളാണ്. അതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധേയമായിട്ട് നോക്കി കാണേണ്ടത്. ശശി തരൂർ അമേരിക്കയിൽ വളരെ ബോൾഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, ഇന്ത്യ നെവർ ആസ്ക്ഡ് ട്രംപ് ടു മീഡിയേറ്റ്, ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ ഒരിക്കലും ട്രംപിൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടില്ല ഇന്ത്യയും പാകിസ്ഥാനൊക്കെ ഇടയിൽ മീഡിയേഷൻ വരണമെന്നുള്ളത്. വളരെ എടുത്തു പറയേണ്ട സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് അമേരിക്കയിൽ തന്നെയാണ് പോയി പറഞ്ഞിരിക്കുന്നത്, ആർക്കൊന്നും ചെയ്യാനില്ല. വളരെ വ്യക്തമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് രാഹുൽ ഗാന്ധിയുടെ, അതായത് ശശി തരൂർ നിൽക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ ലീഡറായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ സ്റ്റേറ്റ്മെന്റ്, ഇന്ത്യ സറണ്ടർ ആയി എന്നുള്ള സ്റ്റേറ്റ്മെന്റ് നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ശശി തരൂർ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഇതിൽ ഏറ്റവും പ്രത്യേകമായി നോക്കി കാണേണ്ടത്. ശശി തരൂരിന്റെ പാർട്ടിയിലുള്ള നിലനിൽപ്പിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ബന്ധപ്പെട്ട ഡെലിഗേഷൻ ട്രിപ്പൊക്കെ കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴത്തേക്കും കോൺഗ്രസ് പാർട്ടിയിൽ ശശി തരൂരിന്റെ സ്ഥാനം എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഇപ്പം തന്നെ ഊഹിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ആ രീതിയിലാണ് പുള്ളിയുടെ സ്റ്റേറ്റ്മെന്റുകൾ. പുള്ളി ഒരു നാഷണലിസ്റ്റ് സ്റ്റേറ്റ്മെന്റുകളാണ് പുറത്തുവിടുന്നത്. പക്ഷേ അത് ഏത് രീതിയിൽ കോൺഗ്രസ് പാർട്ടി വിലയിരുത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്.
പൊളിറ്റിക്കലി ഇതിനകത്ത് ഒരുപാട് മാനങ്ങളുണ്ട്. നമ്മൾ പിന്നെ പൊളിറ്റിക്കൽ വിഷയം ഇവിടെ ഡിസ്കസ് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. പാകിസ്ഥാൻ ഫോറിൻ മിനിസ്റ്റർ ഇഷാഖ് ദാർ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ഒരു യുദ്ധം ഈ സമീപ ഭാവിയിലൊന്നും നടക്കാൻ പോകുന്നില്ല. ഇതൊക്കെ റിമോട്ട്ലി നടക്കുന്ന കാര്യങ്ങളാണ്. കാരണം വേറെ ഒന്നുമില്ല, പാകിസ്ഥാനിന് ഇന്ത്യയുമായിട്ട് യുദ്ധമല്ല തീരുമാനിക്കുന്നത്, പാകിസ്ഥാൻ ഇന്ത്യയുമായിട്ട് ഡയലോഗ് ഡിപ്ലോമസിക്കാണ് ഡിസിഷൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിനെ കുറിച്ച് ഇനി കൂടുതൽ വറി ചെയ്യേണ്ടെന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. വളരെ നല്ല തീരുമാനം. പക്ഷേ ഡയലോഗിന് ഇന്ത്യ തയ്യാറല്ല. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന് ഇന്ത്യ ഒരു കണ്ടംപ്റ്റ്. ഈ കണ്ടംപ്റ്റ് എന്തിനാണെന്ന് പറഞ്ഞാൽ $800 മില്യൺ പാകിസ്ഥാനിന് എയ്ഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനെ ഇന്ത്യ വളരെ ശക്തമായിട്ട് എതിർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ രാജ്നാഥ് സിംഗ് ഓസ്ട്രേലിയൻ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററുമായിട്ട് ഒരു മീറ്റിംഗ് ഡൽഹിയിൽ വെച്ച് നടത്തിയിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഈ ഓസ്ട്രേലിയയുടെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യക്ക് സപ്പോർട്ടായിട്ട് തന്നെയാണ് ഓസ്ട്രേലിയൻ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ റിച്ചാർഡ് മാരൽസ് പറഞ്ഞിരിക്കുന്നത്. ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ലയുടെ പേര് ഞാൻ ഇവിടെ പറയാനുള്ള കാരണം, ഞാൻ പോകുന്ന ജൂൺ 10 വൈകുന്നേരം 5:52 PM ആക്സിയോം 4 എന്ന് പറഞ്ഞൊരു മിഷൻ നാസ നടപ്പിലാക്കുന്ന ഒരു മിഷനാണ് സ്പേസ് പ്രോഗ്രാം. ഈ സ്പേസ് പ്രോഗ്രാമിൽ ഒരു ഇന്ത്യൻ കമാൻഡറും കൂടി യാത്ര ചെയ്യുന്നുണ്ട്. പുള്ളി ഇപ്പം കെനഡി സ്പേസ് സെൻറ്ററിൽ ട്രെയിനിങ്ങിലാണ്, ഐസൊലേഷൻ ട്രെയിനിങ്ങിലാണ്. തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഒരു പാർട്ടിസിപ്പേഷൻ ഇപ്പോഴും നാസയിൽ വളരെ നിർണായകമായിട്ട് തുടരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാ അഭിനന്ദനങ്ങളും കമാൻഡർ ശുഭാൻഷു ശുക്ലയ്ക്ക് നേർന്നുകൊണ്ട് നമ്മൾ ഈ വാർത്തയും കൂടി ഇവിടെ കൂട്ടിച്ചേർക്കുകയാണ്. ഈ മിഷൻ ഈ ആക്സിയോം 4 എന്ന് പറഞ്ഞ ഒരു മിഷൻ ഒരുപാട് നാളായിട്ട് ഡിലേ ചെയ്ത് പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു മിഷനാണ്. അപ്പോൾ ഇത് ജൂൺ 10 എങ്കിലും പോസ്റ്റ്പോൺ ചെയ്യാണ്ട് ഈ ഒരു മിഷൻ നടക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അനിൽ ചൗഹാൻ, നമ്മുടെ CDS അനിൽ ചൗഹാൻ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ ഒരു പോയിന്റിൽ പോലും പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്യുന്നതിന് മുൻകൂട്ടി പാകിസ്ഥാൻ അറിയിച്ചിട്ടില്ല. ഓപ്പറേഷൻ സിന്ദൂർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഇന്ത്യ പാകിസ്ഥാനെ അറിയിച്ചതായിട്ട് ചില വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്, നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. അതിനൊരു എൻഡ് കാർഡ് ഇടുന്ന രീതിയിലാണ് അനിൽ ചൗഹാന്റെ സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത്. ഇന്ത്യ ഒരിക്കലും ഞങ്ങൾ തീവ്രവാദ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നു, ഇല്ലെങ്കിൽ മിലിറ്ററി ആക്രമിക്കില്ല, ഇങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് ചർച്ച നടത്തിയിട്ടുമില്ല, മുൻകൂട്ടി അറിയിച്ചിട്ടുമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കിയത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.